ചർച്ചകളിൽ ഇങ്ങനെ സജീവമായി നടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷേ എന്നാലും പലതരത്തിൽ ചർച്ചകൾ വീണ്ടും വരുന്നു, പരസ്യങ്ങൾ വരുന്നു. അത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. നമ്മൾ പറഞ്ഞ നിയന്ത്രണം നിങ്ങളും കൂടെ അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. പക്ഷേ പരസ്യം വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ജനവിധി അറിയാൻ ഇനി ഒരാഴ്ച മാത്രം ശേഷിക്കുമ്പോഴും സങ്കല്പ ലോകത്ത് തന്നെയാണ് കോൺഗ്രസും UDF-ഉം. കോൺഗ്രസിന് പിന്നാലെ ലീഗും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് തിട്ടൂരം ഇറക്കിക്കഴിഞ്ഞു. ഭരണമെന്നാൽ അഴിമതിയും അധികാരവുമാണെന്ന് പ്രവർത്തകരെ പറഞ്ഞു പഠിപ്പിച്ച കോൺഗ്രസും ലീഗും നാടിനു വേണ്ടി 4 അക്ഷരം പറയുമെന്ന് ആരും കരുതുന്നുമില്ല. 2 പതിറ്റാണ്ടിനിടെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനവിശ്വാസം നേടിയെടുക്കാനാകാത്ത കോൺഗ്രസിന് 2026 എന്ത് മേന്മയാണ് എടുത്തു കാട്ടാനുണ്ടായിരുന്നത്? തിണ്ണമെടുക്ക് കാട്ടാൻ സോഷ്യൽ മീഡിയയും പ്രിന്റ് മീഡിയയും ഫ്ലക്സ് ബോർഡുകളും തരാതരം ഉപയോഗിക്കുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും രാഷ്ട്രീയ മാന്യതയുടെ അന്തസ്സ് കളയുകയാണ്. അധികാരക്കൊതിമൂത്ത നേതാക്കൾക്ക് കൂച്ചുവിലങ്ങിടങ്ങാൻ കെൽപ്പില്ലാത്ത KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെയാണ് വിലക്കേണ്ടതെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ജീർണതയുടെ മുഖം പൂർണ്ണമാവുകയാണ്. പ്രതിപക്ഷത്തിരുന്നും അഴിമതി കാട്ടാമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയ സാധ്യതകൾ കാട്ടിക്കൊടുത്ത കോൺഗ്രസിനും അവരുടെ മുന്നണിക്കും വാട്ടർലൂ ആകുമോ മെയ് 4? ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നു സങ്കല്പ ലോകത്തെ സ്ഥാനമോഹികൾ. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് സഹയാത്രികൻ B റജി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക് 3 പേർക്കും. ശ്രീ PK ഗോപൻ, ഇന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ കളത്തിലേക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകളിലേക്ക് ലീഗ് കൂടി എത്തുന്നു എന്നുള്ളതാണ്. അതിലുമേറെ കടക്കുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മണ്ഡലാടിസ്ഥാനത്തിലാകണമെന്നാണ് ലീഗിൻ്റെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കേരള ജനതയുടെ വിശ്വാസം നേടിയെടുക്കാത്ത ഒരു മുന്നണി എന്ത് ആത്മവിശ്വാസത്തിലാണ് ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഒരുപക്ഷെ നിങ്ങൾ വിലയിരുത്തലുകൾ നടത്തുന്നത് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളുടെ മേന്മകൾ, വികസന ക്ഷേമ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഒരു തുടർഭരണത്തിൻ്റെ വിലയിരുത്തൽ നിങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഈ മന്ത്രിസ്ഥാന ചർച്ചകളിലെ അടിസ്ഥാനം എന്താകും? ശ്രീ സിജു, ഇതൊരു കാർബൺ കോപ്പിയാണ്. കേരള ജനതയുടെ വിശ്വാസം പ്രതിപക്ഷം എന്നൊക്കെ അങ്ങ് ശ്രീ റജി, ഞാൻ PK ഗോപനോടാണെന്ന് ചോദിച്ചത്, താങ്കൾക്ക് മടങ്ങി വരാം. ഓക്കെ. ശ്രീ സിജു, ഇത് 2021 തനിയാവർത്തനമാണ്. ഇതുപോലെ മുഖ്യമന്ത്രി, അതുപോലെ മന്ത്രിമാരൊക്കെ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഇലക്ഷൻ വർക്ക് നടത്തിയത് തന്നെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അതായത് തന്നെ പേഴ്സണൽ സ്റ്റാഫാക്കാം, തന്നെ ഇന്ന പോസ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് UDF-ൻ്റെ നേതൃത്വം അന്ന് തെരഞ്ഞെടുപ്പ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഭരണം 5 വർഷം കഴിഞ്ഞ് വീണ്ടും തുടരുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി മാത്രം അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ ഒരു സവിശേഷതയിൽ മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. അത് പിന്നീട് അതുപോലെ തുടർന്നതുമില്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവരാരും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മൾ ഇടതുപക്ഷം മാത്രമാണ് അക്കാര്യത്തിൽ ഞങ്ങളൊക്കെയാണ് പ്രതീക്ഷിച്ചത്. UDF-നെ സംബന്ധിച്ച് അവർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത് 2021 ഈ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയതാണ്, ആര് ഏത് പോസ്റ്റിലൊക്കെ ഇരിക്കുക എന്നുള്ളത്. അതുപോലെയാണ് അവർ 2026 അതിൻ്റെ ഒരു കാർബൺ കോപ്പിയാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്, ഏത് സമയവും ലീഗിൻ്റെ രംഗപ്രവേശം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചതാണ്. ലീഗ് ഇക്കാര്യത്തിൽ പഴയ ലീഗ് അല്ല ഇപ്പോഴത്തേത്. ഒരു സമുദായ കക്ഷി, പലപ്പോഴും മതേതരത്വം അതിനപ്പുറത്തേക്ക് അതിർത്തി കടക്കാൻ പരിശ്രമിക്കാത്ത ലീഗ് എന്നുള്ള ഒരു മാന്യതയൊക്കെ മുസ്ലിം ലീഗിന് കേരള ജനത പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കിന് അവർ അസ്വസ്ഥത കൂടുതൽ ഉണ്ടാവുകയും അവരെ സംബന്ധിച്ച് അവർക്ക് 10 വർഷം ഭരണത്തിന് പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ പിന്താങ്ങുന്ന സാമ്പത്തിക ശക്തികൾക്ക് അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസിനെ പിന്താങ്ങുന്ന കേരളത്തിലെ ചെറിയ ഒരു സമ്പന്ന വിഭാഗം. അവരുടെ താല്പര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങളിൽ താല്പര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, എത്രയോ പ്രവർത്തകരാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം മുമ്പ് കേരളത്തിലെ
സെക്രട്ടേറിയറ്റിന് പരിസരത്തുള്ള ലോഡ്ജുകളിലും ഹോട്ടലുകളിലും തിരക്കിയാൽ മതി. എത്രമാത്രം ഖത്തർധാരികളാണ് അവിടെ വന്ന് തമ്പടിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷന് ഒരു നോംസ് ഇല്ലായിരുന്നു. ആർക്ക് ആരെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ഓഫീസിൽ കയറി ഓഫീസിൽ പണം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ കാസർഗോഡേക്ക് ട്രാൻസ്ഫറാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ അതിൻ്റെ കോമഡിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അട്ടപ്പാടി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ അട്ടക്കുളം എന്നൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ പറയുന്നതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ ബലത്തിൽ സാമ്പത്തിക സമാഹരണം നടത്തി. അതുപോലെ നമ്മുടെ PWD റെസ്റ്റ് ഹൗസുകൾ, കോൺഗ്രസ്സുകാരെങ്കിലും ഇന്ന് അവർ പോലും ഇന്ന് അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പഴയ കാലത്തെ ഇതുപോലെയാണോ നമ്മുടെ PWD ഗസ്റ്റ് ഹൗസും റെസ്റ്റ് ഹൗസും എല്ലാം കിടക്കുന്നത്? അതൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ആയല്ലോ. അവിടെയെല്ലാം വന്ന് തമ്പടിച്ചിട്ട്, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ കാലത്തെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഒരു പരിചയം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അധികാരത്തെ ഉപയോഗം ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും, പ്രധാനമായിട്ട് അവർ രണ്ടുപേരും, പിന്നെ മറ്റ് ചില ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവും. ഇവർ രണ്ടുപേരും 10 വർഷക്കാലമായി അവർക്ക് ട്രാൻസ്ഫർ ഇല്ല, പ്രൊമോഷൻ ഇടപെടാൻ പറ്റുന്നില്ല, അവർക്ക് പോലീസുകാരെ മാറ്റാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇന്ധനമായി പ്രവർത്തിച്ച ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സം വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരെ പിന്താങ്ങുന്ന സാമ്പത്തിക ശക്തികൾ എല്ലാ അടവുകളും എടുത്തു. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് അവരുടെ കുറച്ചൊക്കെ ചാരുതയാർന്ന ഒരു മതേതരത്വ മുഖം ഇടയ്ക്ക് നഷ്ടപ്പെടുത്തുകയും മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുമായി സന്ധി ചെയ്യുകയും ആ സന്ധിയുടെ ഭാഗമായി കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പ് കോൺഗ്രസ് മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ചാനലും അവരുടെ പത്രവും അവരുടെ ആശയ സംഹിതയും, അവർക്ക് ആൾബലത്തിൽ കേരളത്തിൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അവർ. പക്ഷേ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആശയഗതിയെ നിർണ്ണയിച്ചത്. അങ്ങനെ കേരളത്തിൽ അവർ വിതച്ച മാരകമായ ഒരു വിഷവിത്താണ് ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം ഭരണഘടനാനുസൃതമായി സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ലോക ചരിത്രത്തിൽ ഒരു കാലത്തും ചെയ്തിട്ടില്ലാത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത, ഇന്ത്യയുടെ ചരിത്രത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത ഫാസിസ്റ്റുകളുമായി ഡീലുണ്ടാക്കിയെന്ന ആരോപണം വരെ അവർ ആ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആശയമാണ് കോൺഗ്രസ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭരണം കിട്ടാതെ വരിക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, കോൺഗ്രസ്സിന് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തു വില കൊടുത്തും ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിടിക്കുമെന്നവർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, അവരാകെ പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രിയാർ, അവിടെ 3 പേര് തമ്മിൽ, അവരുടെ അനുയായികൾ തമ്മിൽ അംഗം വെട്ടുമ്പോൾ 4ാമത് ചില ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ശ്രീ കെ മുരളീധരൻ ഇന്ന് ഇക്കാര്യത്തിലൊക്കെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തുകൊണ്ടിരുന്ന ആള് ഇന്ന് അതിൽ പ്രത്യക്ഷ അഭിപ്രായം പറഞ്ഞു. ആർക്കും കോൺഗ്രസ് നേതൃത്വത്തിൽ ഇനി പ്രത്യക്ഷതയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞു, ഇത് തൃശ്ശൂരിൽ കമ്പക്കെട്ട് അല്ലെങ്കിൽ അവിടുത്തെ വളരെ വിപുലമായ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ്, പൂരത്തിൻ്റെ ഭാഗമാണ് അവിടെ ഇത് ഈ കമ്പം എന്നുള്ളത്. അത് ഇല്ലാത്തതിന് പരിഹാരമായി കോൺഗ്രസ് നേതൃത്വം അതിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വളരെ മനോഹരമായി ട്രോൾ ചെയ്തിട്ടുണ്ട് കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയെ. ഇത് നമ്മളാരെങ്കിലും പറഞ്ഞിരുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി പ്രകോപിതരാകുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ആളുകൾ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവരെ. അപ്പോൾ ഈ 3 പേരിൽ ആരാണ് മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ കാത്തിരുന്നു, അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു. AICC നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞതാണ്, നിങ്ങളാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ട് പോവുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പ്രധാനമായി സ്വപ്നം കാണുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പദമാണ്. പിന്നീട് കോൺഗ്രസിൻ്റെ ഹിസ്റ്ററിയിലുള്ളതാണ് പലപ്പോഴും മുകളിൽ നിന്ന് കെട്ടിയിറക്കുക. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാജസ്ഥാനിലെ പാർലമെന്റ് അംഗത്ത് ഉപേക്ഷിച്ച് ശ്രീ KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് മത്സരിച്ചത്. അതുകൊണ്ടാണ് VD സതീശൻ ജാഥയുമായിട്ട് പോയപ്പോൾ KC വേണുഗോപാൽ വീടുകളിൽ കയറി ഇറങ്ങി അരിയും കപ്പയും എന്തും നോക്കാനുള്ള PR വർക്ക് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ, അത് വളരെ കൗതുകമുള്ളതാണ് സിജു, നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്, അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്രമായ മലയാള മനോരമയ്ക്ക് കൊടുക്കാതെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തതിൻ്റെ ഔചിത്യം അല്ലെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ല, AICC നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പോൾ ഇരിക്കുന്ന AICC നേതൃത്വം മനസ്സിലാക്കണം, ഞാൻ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന ശ്രീ K കരുണാകരൻ്റെ ആശ്രിത വാത്സല്യത്തിൽ യൗവനകാലത്ത് മന്ത്രിയായിട്ടിരുന്ന ആളാണ്.
അതിനുശേഷം ഞാൻ ഇന്ന ചുമതലകൾ ദേശീയ അടിസ്ഥാനത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയെക്കാളും പ്രിയങ്ക ഗാന്ധിയെക്കാളും സീനിയറാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ കയറി വലിയ കളി കളിക്കരുതെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കൗശലമാണ് ശ്രീ രമേശ് അതല്ല ശ്രീ പി കെ ഗോപൻ, ഒരു പക്ഷേ പി കെ ഗോപൻ, അതായത് ഇപ്പോൾ ഈ അഡ്വർട്ടോറിയൽ ഇന്നലെ ഇറക്കിയ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നിന്നും ഒരു പേജ് ഫുൾ പേജ് അഡ്വർട്ടോറിയൽ, അത് KSU കാലത്ത് അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളൊക്കെ എടുത്ത് പറയുകയും ചെയ്യുന്നത്. രണ്ട് ഓപ്ഷനായിരിക്കും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ മുന്നിലുണ്ടാവുക. നമുക്കിന്ന് നേതാക്കളുടെ എല്ലാം വാക്കുകളിൽ നിന്ന്, അവരുടെ ശരീരഭാഷകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്, അത് കൊടിക്കുന്നിൽ സുരേഷ് ആയാലും മുരളീധരനായാലും വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ തുടർഭരണത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടമായ പ്രതിപക്ഷ നേതൃസ്ഥാനം അതെങ്കിലും പിടിച്ചെടുക്കണം. അത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി അറിയിക്കണം, സോണിയാഗാന്ധി അറിയിക്കണം, പ്രിയങ്ക ഗാന്ധി അറിയിക്കണം, ഹൈക്കമാൻഡിനെ അറിയിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ പരസ്യം കൊടുത്തത്. പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും ഇത്തവണ കിട്ടിയേ തീരൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അതെ, അത് അദ്ദേഹം ആഗ്രഹിക്കുന്ന തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം VD സതീശന് അത് ആഗ്രഹിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ആഗ്രഹിക്കാനുള്ള അവകാശം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതലേ രമേശ് ചെന്നിത്തല കേൾക്കുന്ന ഒരാളാണ്. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിലൊന്നും ഞാൻ തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യത്തിലേക്കല്ല കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ചില കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പോസ്റ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു പരിശ്രമം നടത്തിയതൊക്കെയാണ്. കോൺഗ്രസ് ഇതിൽ വരുന്നത് ഈ പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഈ ചക്കളത്തി പോരാട്ടം മനസ്സിലാകാത്തത്. നേരെ മറിച്ച് 10 കൊല്ലത്തിന് മുമ്പ് ഒക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്ന, എപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യം ഉണ്ടെന്നുള്ളത് പഴയ ലൈഫ് ബോയിയുടെ പ്രതാപകാലത്തെ ഒരു പരസ്യമാണ്. പലതിനും എടുത്ത് ഉപയോഗിക്കുന്നതാണത്. നമ്മളൊക്കെ പണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എവിടെ കോൺഗ്രസ് ഉണ്ടോ അവിടെ തമ്മിലടി ഉണ്ട് എന്നുള്ളത്, ആ തമ്മിലടി ഇവർ തിരിച്ചറിയേണ്ടുന്നത്, ഇത്തരം തമ്മിലടിയുടെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ എത്ര സ്റ്റേറ്റാണ് BJPയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത്. ഒരു പാർട്ടിയെ നയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ രാജ്യം വിടും. എവിടെ പോയിന്ന് AICCക്കും അറിയാൻ വയ്യ, മാധ്യമങ്ങൾക്കും അറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ചില റീലുകളൊക്കെ വിദേശത്ത് നിന്ന് വരുന്ന കാണാം. ഒരു ഉത്തരവാദിത്വമില്ലാത്ത ലീഡർഷിപ്പ്. നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങി വരാം. പക്ഷേ റജി വളരെ അക്ഷമനാണ്. ശ്രീ റജി, അതായത് ഇന്നലെയാണ് KPCC അധ്യക്ഷൻ ഒരു വിലക്ക്, അതായത് പരസ്യ പ്രസ്താവനകൾ പാടില്ല, മുഖ്യമന്ത്രി ചർച്ചകൾ നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെയാണ്, അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ അഡ്വർട്ടോറിയൽ. അത് സാധാരണ ഈ പത്രഭാഷയിൽ അഡ്വർട്ടോറിയൽ എന്നാണ് പറയാറുള്ളത്. ഒരാളിനെ കുറിച്ച് സ്വയം പൈസ മുടക്കി ഇറക്കുന്ന ആ ഒരു ഫീച്ചർ, ഒരു മുഴുനീള പേജിൽ. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അഡ്വർട്ടോറിയൽ ഇറക്കേണ്ടത് എന്തായിരുന്നു എന്നുള്ള എല്ലാവർക്കും, പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഒരു തരത്തിലും ജനവിശ്വാസം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. LDFിലാണെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. തുടർഭരണത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ജനങ്ങൾ അവർക്ക് നൽകിയിട്ടുമുണ്ട്. അതിൽ കൃത്യമാണ് ഏത് മേഖലയിലാണ് പിന്നോട്ടേക്ക് പോയെന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി അടക്കം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ആത്മവിശ്വാസം കിട്ടുന്നതെന്നുള്ളൊരു വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ നേതാക്കൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും KC വേണുഗോപാലും പിന്നെയും പലർ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ചില വാദങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന് ഈ ആത്മവിശ്വാസം വരുന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ശ്രീ ഷിജു, എവിടെ നിന്നാണ് ഈ ആത്മവിശ്വാസം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങയുടെ ആ മുഖവുരയിൽ സൂചിപ്പിച്ച ഒരു പദം അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാം. അതായത് കേരള ജനതയുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയാത്ത പ്രതിപക്ഷമെന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ കേരള ജനതയുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതായിരിക്കാം ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ സങ്കല്പ ലോകത്തെ സ്ഥാനമോഹികളെന്നൊക്കെ അങ്ങ് ഇതിന് ഒരു ക്യാപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ, ഇത് അങ്ങ് പോലും UDF അധികാരത്തിലെത്തും എന്ന ഒരു ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ലേ അത്? പിന്നെ രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഇനി ഒരു 6 ദിവസം കൂടി കഴിയുമ്പോൾ മാത്രമാണ് പ്രസക്തി ഉള്ളത്. കാരണം ഒരു ജനവിധി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലപ്രഖ്യാപനം 4-ാം തീയതി വരികയാണ്. ആ 4-ാം തീയതിയിലത്തെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് ഈ കോൺഗ്രസിനെ കുറിച്ച് വിമർശിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനമുണ്ടാകുക. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കളെ സ്നേഹിക്കുന്നവർ അവരുടെ
താല്പര്യം, അവരുടെ മനസ്സിലെ വിചാരങ്ങൾ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നതിനെ ഒരു കോൺഗ്രസ്സിലെ ഒരു വിവാദമാക്കിക്കൊണ്ട് കോൺഗ്രസ്സിനെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുവാനുള്ള ശ്രമം ഭൂഷണമല്ല. അത് എനിക്ക് തോന്നുന്നു അത് മാധ്യമങ്ങൾ ബോധപൂർവം അത്തരത്തിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് കേരളത്തിലെ വോട്ടർമാരുടെ മനസാക്ഷി അല്ലെങ്കിൽ വോട്ടർമാരുടെ അറ്റൻഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. 1947 മുതൽ 67 വരെ ഏകകക്ഷിയായി ഇന്ത്യ ഭരിക്കുന്ന ഘട്ടം മുതൽ തന്നെ എത്രയോ മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. 67 ശേഷം കൂട്ടുകക്ഷി മന്ത്രിസഭ വന്നതിന് ശേഷം ഏതാണ്ട് 95ഓളം മുഖ്യമന്ത്രിമാരെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഐക്യമുന്നണി ഉണ്ടായതിന് ശേഷം 8 മുഖ്യമന്ത്രിമാരെ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തമായ സിസ്റ്റം ഉണ്ട്, ഒരു രീതിയുണ്ട്, അതിൻ്റെ ഒരു സംവിധാനമുണ്ട്. അതനുസരിച്ച് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കും എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ എനിക്ക് 1-2 കാര്യങ്ങൾക്ക് ബഹുമാന്യനായ ഡോക്ടർ പി കെ ഗോപൻ അദ്ദേഹത്തിനോട് പറയാനുണ്ട്. അദ്ദേഹം കേരളത്തിലെ മുസ്ലിം ലീഗിനെ ധാരാളം അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. യഥാർത്ഥ വസ്തുത അദ്ദേഹം പറയുന്നത് വാസ്തവമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ മുസ്ലിം ലീഗ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഞങ്ങൾ വയനാട് ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ദുരന്ത ബാധിതർക്ക് ഭവന നിർമ്മാണം നടത്തുമെന്ന്. 51 വീടിൻ്റെ താക്കോൽദാനം കൈമാറുന്നത് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വഴി നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം സർക്കാരിന് നൽകിയ 773.98 കോടി രൂപ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിൻ്റെ ഭാഗമായി നടപ്പാക്കിയ ഭവനങ്ങളിൽ ഒരാൾക്ക് പോലും അധിവസിക്കുവാൻ അല്ലെങ്കിൽ താമസമാക്കുവാൻ ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്കുലർ നിലപാടെടുക്കുന്ന സെക്കുലർ പാർട്ടിയായ മുസ്ലിം ലീഗിനെ അപഹസിക്കുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ശ്രീരജി, സെക്കുലർ നിലപാടെന്ന് പറഞ്ഞാൽ പി കെ ഗോപനും പറഞ്ഞതിനോട് തന്നെ യോജിക്കേണ്ടി വരിക. നേരത്തെയൊക്കെ അങ്ങനെയൊന്നും ഏതെങ്കിലും ഭാഗത്ത് ചാരി നിൽക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല ലീഗ്. ലീഗിനൊരു മതേതര മുഖം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മുന്നണിയിലെ ലീഗിൻ്റെ നേതാവ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഷാജി പറഞ്ഞിരിക്കുന്നു, മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങളുടെ വി ഡി സതീശനല്ലേ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയപ്പോൾ അവർ മതരാഷ്ട്രവാദികളല്ലെന്ന് പറഞ്ഞത്? നിങ്ങൾ നേരത്തെ ബി റജി തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രതിപക്ഷത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നുള്ളത്. ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇപ്പോൾ ലീഗിനെ ചാരിക്കൊണ്ട് ലീഗിൻ്റെ 53 വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കേരള ജനതയുടെ മുൻപിൽ ഓർമ്മയുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. പിരിച്ചെടുത്ത പണം, കോൺഗ്രസ് പിരിച്ചെടുത്ത പണം, ഒരു കല്ലിടാത്തതിനെ കുറിച്ച് ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. അവിടെയാണോ നിങ്ങളെ വിശ്വസിക്കേണ്ടത്? ഏതെങ്കിലും ഏറ്റവും അത് കൂടുതൽ പറയാൻ എന്താണ്, നിങ്ങളുടെ ലീഡർ കെ കരുണാകരൻ്റെ പേരിൽ വരെ പണം പിരിച്ചിട്ട് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ആ പാർട്ടിയാണോ ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചെന്നാണ് വിശ്വസിക്കേണ്ടത്? റജി, നോക്കൂ, ഇത് ചോദിക്കാനുള്ള അവകാശം അങ്ങനെ ചോദിക്കുമായിരുന്നുവെങ്കിൽ ഈ ചോദിക്കുന്നവർക്ക് അതിനുള്ള ധാർമ്മികത ഉണ്ടായിരിക്കണം. ഇവിടെ പല ധനരാജ് രക്തസാക്ഷി ഫണ്ട്, വിഷ്ണു രക്തസാക്ഷി ഫണ്ട്, അങ്ങനെയുള്ള പല രക്തസാക്ഷി ഫണ്ടുകളിലും ആരോപണ വിധേയരാവുകയും ഇടതുപക്ഷത്തിനോടൊപ്പം CPM-ൻ്റെ തന്നെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ പോലും ആ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് പുറത്ത് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചോദ്യം ചോദിക്കണമെങ്കിൽ ധാർമ്മികമായി നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം, ഒരു അധികാരം ഉണ്ടായിരിക്കണം. ഇപ്പം വയനാട് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഭവന നിർമ്മാണത്തിനായി 5 ഏക്കറിലധികം അവർ വാങ്ങിയിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭൂമി കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശയിൽ ഇരിക്കുകയായിരുന്നു. അത് ലഭിക്കില്ല തെറ്റിദ്ധരിപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സർക്കാർ ഭൂമി തരും. സർക്കാർ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഒരു യോഗത്തിൽ പങ്കെടുത്തു, ഒരു ഭൂമി നൽകില്ല എന്ന് പറഞ്ഞു കൃത്യമായി. ആദ്യം നിങ്ങൾ പറഞ്ഞു സർക്കാരിൻ്റെ ഭൂമി വേണ്ട, പിന്നെ പൊളിഞ്ഞപ്പോൾ പറഞ്ഞു സർക്കാർ ഭൂമി തരുമെന്ന് പറഞ്ഞു. ശ്രീ പി കെ ഗോപൻ അദ്ദേഹം പറഞ്ഞ ധാർമ്മികതയെക്കുറിച്ച് കൂടിയാണ്. ധാർമ്മികത നിങ്ങൾക്കില്ല. ഈ ധനരാജ് ഫണ്ടിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ടാണോ കെ കരുണാകരൻ്റെ ഫണ്ട് തട്ടിച്ച ഞങ്ങളെക്കുറിച്ച്, വയനാട് ഫണ്ട് തട്ടിച്ച ഞങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? ശ്രീ പി കെ ഗോപൻ, അല്ല, ഇതിന് നമ്മൾ പലതവണ മറുപടി പറഞ്ഞതാണ് ശ്രീ സിജു. രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, CPM അണനയ പൈസ ശേഖരിക്കുന്നതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കാറുണ്ട്, കേന്ദ്ര ഏജൻസിക്ക് കണക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എത്ര തുക പിരിച്ചാലും അത് പൊതുജനത്തെ അറിയിക്കാറുണ്ട്. അവിടെ രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂരിലുമായി ബന്ധപ്പെട്ട ഫണ്ടാണെങ്കിൽ അത് പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം ശേഖരിച്ചതാണ്, പൊതുസമൂഹത്തിൽ നിന്ന് ശേഖരിച്ച ഫണ്ടല്ല. അത് പാർട്ടി കമ്മിറ്റിക്കകത്ത് കണക്ക് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച് പുറത്തുപോയ ആള് ആ ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം അത് പുറത്തു പോകാനുള്ള കാരണമായിട്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതെടുത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ പറയുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ റജിക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലീഗിൻ്റെ മതേതരത്വത്തെ മതേതര സ്വഭാവത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ആ മതേതര സ്വഭാവം അവർക്ക് നഷ്ടപ്പെടുന്നത് അവർക്ക് അധികാരം കിട്ടാതെ വന്നപ്പോൾ അവരെ അസ്വസ്ഥരായി. അതുകൊണ്ടാണ് ഷാജിയെ പോലുള്ള ആളുകൾ മതേതരത്വം വിട്ടുള്ള പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങി. കാരണം ലീഗ് അധികാരത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മതപരമായ ചിന്തകളിലൂടെ അദ്ദേഹം അത് പങ്കുവെക്കാൻ പരിശ്രമിച്ചു. ഞാൻ ആ വാചകം ആവർത്തിക്കുന്നൊന്നുമില്ല. അതുപോലെ ലീഗിൻ്റെ പ്രവർത്തകർ അത്തരം ചർച്ചകളൊക്കെ പ്രദേശത്ത് അഴിച്ചുവിടാൻ തുടങ്ങി. മുസ്ലിം ലീഗിനെ മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെടുത്തുകയും അതിനെ ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തുകയും അള്ളാഹുവായിട്ട് ബന്ധപ്പെടുത്തുകയും മുസ്ലിം ഹദീസുകളും ആയത്തുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുന്നത് ഒരു മതേതര രാജ്യത്തിന് ഭൂഷണമല്ല. മുസ്ലിം ലീഗ് മുമ്പ് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഇത്തരം ചില കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അത്തരം അപകടത്തിലേക്ക് പോകാൻ പാടില്ല. മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ടായി പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം, സമയത്തിന്റെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം പറയാം. ഒന്ന്, ലീഗ് ഇന്ന് ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന് ശ്രീ റെജി പറയുമ്പോൾ അതേ കുന്തവനെ നിങ്ങൾക്ക് നേരെ തിരികെയാണ്. നിങ്ങൾ അതുപോലെ പണം സമാഹരിച്ചിട്ട് ചെയ്തില്ല എന്നുള്ള പ്രശ്നം കൂടി നിങ്ങൾ മുന്നോട്ട് വെക്കണം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് പകരം നിങ്ങൾ പറയുന്നത് എന്താ? 773 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്, സർക്കാരിൻ്റെ വീട്ടിൽ താമസമായില്ല. സർക്കാരിൻ്റെ വീട്ടിൽ താമസമാകണമെങ്കിൽ 2025 ആഗസ്റ്റിലാണ് വീട് നിർമ്മാണം തുടങ്ങിയത്. അതിൻ്റെ ലാൻഡ് കണ്ടെത്തി. 4 സെൻറ്റ് കണ്ടെത്തിയാൽ പോരാ, ഒരാൾക്ക് 7 സെൻറ്റ് 8 സെൻറ്റ് ഉണ്ട്. അതിൻ്റെ ലാൻഡ് കണ്ടെത്തി അതിന് സാങ്ഷൻ വാങ്ങിച്ച് സകലതും പൂർത്തിയാക്കിയിട്ട് ലോകോത്തരമായൊരു കമ്പനി അത് ചെയ്യുകയാണ്. ശ്രീ റെജി വീട് പണിഞ്ഞാലും ഞാൻ വീട് പണിഞ്ഞാലും കോൺക്രീറ്റിൻ്റെ മുകളിൽ 48 മണിക്കൂർ പോണ്ടിങ് ടെസ്റ്റ് നടത്താറില്ല ശ്രീ റെജി. ഒരു സർക്കാരിൻ്റെ സ്ഥാപനത്തിൻ്റെയും നിർമ്മാണത്തിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ULCC ഇത് ചെയ്യുന്നത് ഗ്യാരണ്ടി വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് വീട് കൈമാറുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിശ്ചിത വർഷം ഇതിന് ഒരു പോറൽ പോലും ഉണ്ടാക്കത്തില്ല എന്ന് ഉറപ്പുണ്ട്. മുസ്ലിം ലീഗ് ആയാലും മറ്റുള്ളവർ ചെയ്യുന്ന വീടെന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പിൽ കൊടുക്കുന്ന വീടല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ 178 വീടിൻ്റെയും പണി പൂർത്തിയാവുകയും അതിൻ്റെ വീടിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ ലീഗിനെ അഭിനന്ദിക്കുന്ന നല്ല കാര്യമാണ്. ഞങ്ങൾ ലീഗിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾ കുറ്റവാളി. ഒരു കാര്യം കൂടി അതിനകത്ത് ചേർത്ത് പറയാനുണ്ട്. അല്ല, ഒരു പോയിന്റ് കൂടി ചേർത്ത് പറയാനുണ്ട്. അത് നിങ്ങൾ ഈ കള്ളം ഇനി ആവർത്തിക്കരുത്. ശ്രീ സിജി ഇടപെട്ടതാണ്. പലതവണ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ രേഖ കാണിക്കുക. സർക്കാർ ഭൂമി തരാമെന്ന് പറഞ്ഞ് ഒരു രേഖ നിങ്ങൾ കാണിക്കുക. നേരെ മറിച്ച് സർവകക്ഷി യോഗത്തിൻ്റെ മിനിറ്റ്സ് സർക്കാർ ലഭ്യമാണ്. ആ സർവകക്ഷി യോഗത്തിൻ്റെ മിനിറ്റ്സിൽ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും എടുത്ത നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഭൂമി സർക്കാർ ഉണ്ടാക്കി കൊടുക്കില്ല. നിങ്ങൾക്ക് വേണേൽ വിലയ്ക്ക് വാങ്ങിക്കാം. സർക്കാരിലേക്ക് പണം അടയ്ക്കുക, സർക്കാർ അത് നിശ്ചിത രൂപത്തിൽ ചെയ്യുക. താല്പര്യമില്ലാത്തവർ പണം അടയ്ക്കാതിരിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ് എടുത്തത്. ശരി, ശ്രീ എസ് സജീവൻ, ഒരുപക്ഷെ ബി റജി വളരെ ബോധപൂർവം തന്നെ വിഷയം വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തുടക്കത്തിൽ മുതൽ ഇനി കേവലം 7-ാം ദിവസമാണ് നമ്മൾ കൗണ്ടിങ്ങിലേക്ക് പോകുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രി ചർച്ചകളിൽ, മന്ത്രിസ്ഥാനങ്ങളിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്ന ചർച്ചകൾ തന്നെയാണ് കോൺഗ്രസ്, UDF, ലീഗ് കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 1-2 പിണറായി സർക്കാരുകൾ നാട്ടിൽ കൊണ്ടുവന്ന വികസനം, ക്ഷേമ പരിപാടികളാണ്. അത് വോട്ടായി മാറും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. ഇവിടെ ബി റജി ചൂണ്ടിക്കാട്ടിയതുപോലെ അവർ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ഒരു പ്രതിപക്ഷമാണ്. ഏതർത്ഥത്തിൽ പ്രതിപക്ഷം നേടിയെടുക്കുന്നത്, ഏത് വിശ്വാസം നേടിയെടുക്കുന്നതാണ്? ഏതെങ്കിലും മേഖലയിൽ കേരളത്തിന് വേണ്ടി ഏതെങ്കിലും സമരം അവർ നടത്തിയോ? 4 ആളിന് മുന്നിൽ പറയാവുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തോ? അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഒരു പ്രതിപക്ഷം. പിന്നെ ഇവർക്ക് ആത്മവിശ്വാസം നൽകണമെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാദാപുരത്തും വടകരയിലും അടക്കം നടത്തിയ ചില ഡീലുകളെക്കുറിച്ച്, പഴയ ചില ഡീലുകളെക്കുറിച്ച് തന്നെ ഓർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കോലീബി ആയാലും 57-ലെ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉള്ള ചില ഡീലുകളെക്കുറിച്ച് അടക്കം ഓർക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ശ്രീ എസ് സജീവൻ, ആത്മവിശ്വാസമായിരിക്കുമോ? സിജു പറഞ്ഞാൽ ഞാനും അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ചർച്ചയുടെ വിഷയം ഏതാണെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ വീട് വെച്ച കാര്യമാണ്, അതിൻ്റെ ഉറപ്പിനെ കുറിച്ചുള്ള കാര്യമാണ്. അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ 4-ാം തീയതിക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ തന്നെ
കോൺഗ്രസിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം. ഒന്ന്, ശശി തരൂർ തന്നെ പറഞ്ഞ പോലെ ആദ്യം വീടുണ്ടാക്കിയിട്ട് വേണമല്ലോ ഈ ഫർണിച്ചർ വാങ്ങൽ. വീടുണ്ടാവട്ടെ, അതിനുശേഷം വീടുണ്ടാവുന്ന ഉറപ്പുണ്ടായിട്ട് മതിയല്ലോ ഫർണിച്ചർ വാങ്ങൽ. അപ്പൊ അത് വീടുണ്ടാവുക എന്ന് പറയുന്നത് കോൺഗ്രസിന് സീറ്റ് കിട്ടുക, അല്ലെങ്കിൽ വേണ്ടത്ര സീറ്റ് കിട്ടുക, ഭരിക്കാൻ ഉള്ള സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് 4-ാം തീയതിക്ക് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ജനം എങ്ങനെയാണ് വോട്ട് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. ജനത്തിന്റെ മനസ്സ് നമ്മൾ കരുതുന്ന പോലെ ആവണമെന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്നില്ലാത്ത ഘട്ടത്തിൽ ചർച്ച നടക്കുന്ന മുഴുവൻ ഇതാണ്. ചർച്ച നടന്ന് കോൺഗ്രസിനകത്ത് ആഗ്രഹിക്കാം മുഖ്യമന്ത്രി പദമോ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമോ എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷേ അതിന്റെ അതിര് കവിഞ്ഞിട്ട് അപ്പൊ അതിനെ ന്യായീകരിക്കുന്ന രൂപത്തിലൊക്കെയാണ് റെജിയോട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി വന്നിട്ട് KPC നിർവാഹക സമിതി യോഗത്തിൽ എന്താണ് പറഞ്ഞത്? നടപടിയെടുക്കും. പക്ഷെ നടപടിയെടുക്കുന്നവർ പറയല്ലാതെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വരെ ഇവിടെ ഇന്നയാൾ മുഖ്യമന്ത്രിയാവണം, ഇന്നയാളാവണം എന്ന് മാറി മാറിയൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമാക്കുകയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ എൻ്റെ അടുത്ത് ഇത്തവണ UDF വോട്ട് ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞുള്ളത് എന്ത് കഷ്ടമായിപ്പോ, ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ ഇനി എങ്ങനെയാണ് സംസ്ഥാനം രക്ഷപ്പെടുക എന്നാണ്. കാരണം പാർട്ടി ജയിക്കുക എന്നുള്ളതോ മുന്നണി ജയിക്കുക എന്നുള്ളതോ ഭരണം തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തങ്ങളുടെ നയത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊന്നല്ല ഇവരുടെ താല്പര്യം. ഇവിടെ എനിക്ക് കസേര കിട്ടണം, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് കസേര കിട്ടണം, മുഖ്യമന്ത്രി കസേര കിട്ടണം. ഇനി ഒരുപക്ഷെ കോൺഗ്രസിന് UDF അധികാരം കിട്ടുന്നു വിചാരിക്കാം, കോൺഗ്രസിനെ മുഴുവൻ MLA-മാരും ഈ ആവശ്യം ഉന്നയിക്കും. ഞങ്ങളൊക്കെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ഉന്നയിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. 1, 2, 3 ആളുകൾക്ക് മാത്രമല്ലോ ഈ ആവശ്യം ഉന്നയിക്കാൻ പറ്റുക. സത്യത്തിൽ ഇതിങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കുമ്പോൾ ഇത് പിറക്കുന്നത് ചാപിള്ളയാണോ ജീവനുള്ള പിള്ളയാണോ എന്ന് ആദ്യം അറിയണമല്ലോ. അങ്ങനെ അറിയാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ പോലും 4-ാം തീയതി കഴിഞ്ഞിട്ട് ഇവര് 1, 2, 3 ദിവസം അങ്ങനെ തർക്കിക്കാനും കുഴപ്പമില്ല. പിന്നെ ഈ തർക്കം കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ജീവനാഡിയുടെ ഭാഗമാണ്, ജീവരത്നത്തിൽ അലിഞ്ഞു ചേർന്നാണ് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാണല്ലോ നമ്മൾ രാജസ്ഥാനിൽ കണ്ടത്. അതായത് അവിടെ ഭരണത്തിലേറ്റാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് സച്ചിൻ പൈലറ്റ്. ആ സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി ആവുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് അന്ന് കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ മുഖ്യമന്ത്രിയാക്കുന്നൊരവസ്ഥ വന്നു. എന്തായി സംഭവം ഉണ്ടോ? ആ പാർട്ടി പിളർന്നു, അതിലൊരു നല്ലൊരു നേതാവ് BJPയുടെ ഭാഗമായി പോകുന്നൊരവസ്ഥ വന്നു. ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പോഴും ഇവിടെ ഒരു നേതാവിന് താൻ 10-40 വർഷക്കാലമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ നേരിട്ട് കത്തെഴുതിയാൽ വാങ്ങാത്തത് കൊണ്ടോ എന്തോ ആയിരിക്കാം ഡൽഹിയിലെ പത്രത്തില് പരസ്യം കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. എന്തൊരു ഗതികേടാണ്. ഇതാണോ അത് കൊടുക്കുന്ന അദ്ദേഹം ഞാൻ ഇത്രയും കാലം ചെയ്തു എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കാനാണ് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മലയാളികളായിട്ട് ആളുകൾ അറിയിക്കാനാണെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ പരസ്യം കൊടുത്താൽ മതി. അതും കൊടുക്കേണ്ട കാര്യം എന്താണുള്ളത്? ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ എന്തിനാണ് ഡൽഹിയിൽ ഉള്ള പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്? ഇത്ര കാലമായിട്ട് ഇന്ന ചുമതലകൾ വഹിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നേരിട്ടൊരു നിവേദനം കൊടുത്താൽ വാങ്ങാൻ തയ്യാറാവാത്ത ആളുകൾക്കിടയിൽ ആളുകളുടെ മുമ്പിലേക്ക് ഇതാ ഞങ്ങൾ പത്രത്തിലൂടെയെങ്കിലും നിങ്ങൾ വായിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. മുഖ്യമന്ത്രി ആവുന്ന പ്രതിപക്ഷ നേതാവ് ആവുന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഗോഗാവിളികൾ എന്തെല്ലാം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓരോ സംഗതി വരുമ്പോൾ സ്വന്തം നേതാക്കന്മാരെയാണ് ഇവരിതൊക്കെ പറയുന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു വിധം അത്രയും മോശമായ അത്രയും അധപ്പതിച്ച കാര്യങ്ങളിലെ പരാമർശങ്ങളല്ലേ വരുന്നത്. അപ്പൊ ഒരു പാർട്ടി 10 വർഷക്കാലം അധികാരത്തിന് പുറത്തു നിന്നൊരു പാർട്ടി ദേശീയ തലത്തിൽ പോലും എത്രയോ കാലമായി 2014 ശേഷം അധികാരത്തിന് പുറത്താണ്. അങ്ങനെയുള്ള പാർട്ടി ഇപ്പോഴും ഇങ്ങനെ അധികാരം കിട്ടിയിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ പോലും അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന ഒരു കാര്യം, അത് കിട്ടാൻ അപ്പകഷ്ണമാകുമോ കരിങ്കൽ കഷ്ണമാകുമോ എന്ന് പോലും തീരുമാനിക്കാത്ത ഘട്ടത്തിലാണ് നടക്കുന്നത്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ പാർട്ടിക്ക് ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ശ്രീ റജി,
ഒരുപക്ഷെ എസ് ജീവനും പി കെ ഗോപനും ഒക്കെ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, അധികാരക്കൊതിയും അഴിമതിയും മാത്രമാണ് നിങ്ങളുടെ മുഖമുദ്ര. കേരളത്തിലെ നിങ്ങളുടെ ഭരണത്തിൻ്റെയും സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ച് നോക്കും. ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ചില വസ്തുക്കളുണ്ട്. ഒന്നാം സർക്കാർ തൊട്ട് ഇങ്ങോട്ടുള്ള ഇടത് സർക്കാരുകൾ കൊണ്ടുവന്ന നയങ്ങൾ നോക്കൂ, അവർ മുന്നോട്ട് പറഞ്ഞു നോക്കൂ. വിദ്യാഭ്യാസ ബില്ല്, അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണം അടക്കമുള്ളത്, അതോടൊപ്പം ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം, ലൈഫ് മിഷൻ, അങ്ങനെ ഓരോ സർക്കാരിനും കൃത്യമായി തന്നെ എടുത്തു പറയാനും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചരിത്ര വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും കൃത്യമായി മനസ്സിലാകുകയും ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച്, കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്ന് തുടക്കം മുതൽ നമുക്കറിയാം, പി ടി ചാക്കോയുടെ ആദ്യത്തെ ഇതിനുശേഷം പി ടി ചാക്കോ കേരള കോൺഗ്രസ് രൂപീകരണത്തിലേക്ക് വരുന്നത്, അതിനുശേഷം ശങ്കർ സ്റ്റീഫൻ തർക്കങ്ങൾ, പട്ടം താണുകളെ നിങ്ങൾ ഗവർണർ സ്ഥാനത്തേക്ക് കയറ്റിവിട്ടത്, കരുണാകരൻ ആന്റണി തർക്കം, ഇതല്ലാതെ എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മ വരുന്നത്? കഴിഞ്ഞ ഉമ്മൻചാണ്ടി എങ്ങനെ വരുന്നു? വി ഡി സതീശൻ 2021 ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞത് അധികാരത്തിന്റെയും അതോടൊപ്പം തന്നെ അഴിമതിയുടെയും കഥകളല്ലാതെ ചരിത്രം ഓർക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്? ശ്രീ റജി, നോക്കൂ ശ്രീ ഷിജു, കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അങ്ങേക്ക് അറിവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തമായ അറിവ് അങ്ങേക്കുണ്ട്. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ, ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഇവിടെ ജനാധിപത്യം മതേതരത്വവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റിയ വലിയ സംഭാവന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് നൽകിയത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയല്ലേ? ഇനി അതിൻ്റെ കേരളത്തിലെ ഘടകത്തെക്കുറിച്ച് പഴയകാല ചരിത്രത്തിൽ നിന്ന് മാറിയിട്ട് 1979 UDF രൂപീകരിച്ചതിന് ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച് അങ്ങ് നോക്കൂ. ഇനി അതിനേക്കാളും വേണ്ട, ഈ 10 വർഷത്തിന് മുമ്പുള്ള ഒരു ചരിത്രം കൂടി നമ്മൾ നോക്കൂ. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച ബഹുമാന്യനായ ഉമ്മൻചാണ്ടി, അദ്ദേഹം അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൊണ്ടുവന്ന പദ്ധതികൾ എത്രയായിരുന്നു? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സിഗ്നേച്ചർ പ്രോജക്റ്റായിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തെ ചൂണ്ടിക്കാണിക്കുവാൻ അങ്ങയ്ക്ക് കഴിയുന്നുണ്ടോ ഈ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ? ഞാൻ അതിനെക്കുറിച്ച് കൂടുതലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ രംഗം താറുമാറായില്ലേ? നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായില്ലേ? നമ്മുടെ വൈദ്യുതി മേഖല പ്രതിസന്ധിയിലായില്ലേ? ഒരൊറ്റ സിഗ്നേച്ചർ പ്രോജക്റ്റിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ സമയം മതിയാകില്ല. ശ്രീ റജി, എത്ര പദ്ധതികൾ നിങ്ങൾ ഈ 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കേരള ജനത കണ്ടതാണ്. ഇപ്പോൾ ഈ ദേശീയപാത വികസനം അടക്കം 5000-6000 കോടിയോ നമ്മുടെ അടക്കം പോക്കറ്റിൽ നിന്ന്, നിങ്ങളുടെയും എൻ്റെയും പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയാം. ഈ കാര്യങ്ങൾ പറഞ്ഞ് അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വി ഡി സതീശൻ അവസാനം പറഞ്ഞു നിർത്തി ഓർമ്മയുണ്ടോ? അഴിമതിയുടെ നിഴലിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്നുള്ളത്. മദ്യമാഫിയയുടെ ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ നേതാവ് മുരളീധരൻ തന്നെയാണ്. ശ്രീ പി കെ ഗോപൻ, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് സിഗ്നേച്ചർ പരിപാടികളെന്ന് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. എന്നോടാണ് ചോദിച്ചതെങ്കിലും താങ്കളോടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നേരത്തെ അങ്ങും സജീവൻ മാഷും ഒക്കെ പറഞ്ഞതുപോലെ റജി സബ്ജക്റ്റിൽ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ അവരുടെ മുഖ്യമന്ത്രി ചർച്ച നടത്താൻ നമ്മൾ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത് മറുപടി കൊടുത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതാണ് നേരത്തെ വയനാട്ടിലെ ഭൂമിയുടെ കാര്യം എടുത്തു പറഞ്ഞതും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചതും. അവിടെ സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കേരളത്തിൽ ഈ നമ്മുടെ ജന്മിത്ത കാലത്തെ ഒരു ആചാരമായിരുന്നു പടിപ്പുര വാതിൽ സന്ധ്യയ്ക്ക് അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ വന്ന് നിന്നുകൊണ്ട് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതൊരു ആചാരമാണ്. പലപ്പോഴും അത് പ്രതികരണം വന്നാലും അത്തരം ആൾക്കാരെ അകത്ത് കയറ്റി ഭക്ഷണം കൊടുക്കാറില്ല. അപൂർവമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ജാതിപരമായ പ്രശ്നമില്ലാത്തവരെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ 2025 നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ നേട്ടമെന്ന് 20 അഭിമുഖങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അതാണ്. രണ്ടാമത്, വലിയ വികസനത്തിലേക്ക് പോയാൽ നേരത്തെ സിജു പറഞ്ഞതുപോലെ UDFൻ്റെ ഭരണകാലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അടച്ചുപൂട്ടിയിട്ട് ഒരു കാലത്തും കേരളത്തിൽ ഇനി നാഷണൽ ഹൈവേ സംഭവിക്കില്ല എന്ന് പറഞ്ഞതിനെ സംഭവിപ്പിച്ചു. അതാണ് ഭഗീരഥ പ്രയത്നം എന്നുള്ളത്. ബലരാമൻ നദിയെ ഒഴുക്കി എങ്ങനെയാണോ കാർഷിക മേഖലയ്ക്ക് കൊടുത്ത് പുരാണത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത്, അതുപോലെ കേരളത്തിൻ്റെ കാസർഗോഡ് തിരുവനന്തപുരത്തെ 630 കിലോമീറ്റർ 6 വരി പാതയിൽ ബന്ധിപ്പിച്ച മുഖ്യമന്ത്രി എന്ന പേരായിരിക്കും 600 കൊല്ലം കഴിഞ്ഞ് കേരളചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ വരാൻ പോകുന്ന കാര്യം. അങ്ങനെ 100 കാര്യങ്ങളെ നിൽക്കുന്നത് കൊണ്ടാണ്
ആ ഗവൺമെന്റിനെ നയിക്കുന്ന ആൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ എന്ന് CPM തീരുമാനിച്ചത്. നിങ്ങൾ ആക്ഷേപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് പലപ്പോഴായിട്ട് ഇങ്ങനെ പരിതപിക്കുന്നത് പോലെ ഒറ്റ ലീഡർ മാത്രം എന്നുള്ളതല്ല. CPM-നകത്ത് വ്യത്യസ്തമായി 100 മുഖ്യമന്ത്രിമാരെ വെക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷവും നേതൃത്വം കൊടുത്ത ആള് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ. മുഖ്യമന്ത്രി അദ്ദേഹം എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞ അതുകൊണ്ടാണ്. ഇനി ദയവായിട്ട് ശ്രീ രജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ മുഖ്യമന്ത്രി ചർച്ച അവസാനിപ്പിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ള ചർച്ചയിലേക്ക് വാ. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുക. ഒരു കാര്യം കേരളീയർക്ക് ഉറപ്പാണ്, ഞങ്ങളും സമ്മതിച്ചിരുന്നു, കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കോൺഗ്രസിന് തന്നെയാണ്. വേറൊരു പാർട്ടിയും അത് ഏറ്റെടുക്കാൻ സാധ്യതയില്ല, വേറൊരു പാർട്ടിക്കും അതിന് അർഹതയില്ല, നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് 2021 രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോഴെങ്കിലും നിങ്ങൾ അതിനൊരു പുനർവിചിന്തനം നടത്തുക. കാരണം VD സതീശൻ വനവാസത്തിന് പോകും. അദ്ദേഹം ഒരഭ്യർത്ഥന എനിക്കുള്ളത്, ഈ ചർച്ചയിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള വനം തേടി പോകരുത്. നേരെ മറിച്ച് ജപ്പാൻ മാതൃകയിൽ നമ്മളിവിടെ മിയാവാക്കി വനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു വനത്തിലേക്ക് ശ്രീ VD സതീശൻ ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു കിടപ്പാടം കണ്ടെത്തുകയായിരിക്കും നല്ലത്. അപ്പം രണ്ടുപേരുടെ പ്രശ്നം പരിഹരിച്ചു. പിന്നെയുള്ളത് KC വേണുഗോപാലിൻ്റെ പ്രശ്നമാണ്. അത് ഉടനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല, അത് രാഹുൽ ഗാന്ധി പരിഹരിക്കട്ടെ എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. യെസ്, അത് തന്നെ. എന്തായാലും മിയാസാക്കി വനം കൊണ്ട് കൊല്ലത്തടക്കം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. സജീവൻ, ഒരുപക്ഷെ നമ്മൾ വീണ്ടും ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മേന്മ, ഈ ബീറജി പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിൽ വല്ലാത്ത വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എനിക്കിപ്പോഴൊരു സംശയമുള്ളത്, ഈ തരത്തിൽ എന്താണ് മുൻകാലങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസം ഇവർക്കുണ്ട്. അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ചൊരു മുദ്രാവാക്യമോ പ്രത്യേകിച്ചൊരു മേന്മ എടുത്ത് കാട്ടാതിരിക്കുകയും ഈ പറയുന്ന പോലെ മുള്ളുമുരുടെ മൂർഖൻ പാമ്പിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി, അതിന് അവർ വേണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശും, മുസ്ലിം ലീഗാണ് യഥാർത്ഥ മതേതരവാദികളെന്ന് പറയും. അതോടൊപ്പം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പോയി RSSന്റെ വോട്ട് നേടും. അതിന് VD സതീശൻ്റെ സ്ട്രാറ്റജി അവർ എടുക്കും. ഗോൾവാൾക്കറിൻ്റെ മുന്നിൽ പോയി വിളക്ക് കൊളുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ K സുധാകരനെ പോലെയുള്ളവർ പറയുന്നത് പോലെ വേണമെങ്കിൽ RSSന് സൗകര്യമൊരുക്കും. ഇങ്ങനെ ഒരു അന്തർധാര അവർ തമ്മിലുണ്ടോ? അത് തന്നെയാണോ അവരുടെ ആത്മവിശ്വാസം എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ടോ? ഇല്ല, UDF അല്ല, കോൺഗ്രസ്സുകാർക്ക് ഇത്തവണയുള്ള ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് പലതും കൈവിട്ടു പോയിരുന്നു. അവർ ആവേശം കൊണ്ട് ഈ കള്ളക്കടത്ത് എന്ന് പറയുന്ന രീതിയിൽ ആരോപണങ്ങളുടെ കെട്ടയച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത് ജനത്തിൽ നല്ലൊരു ശതമാനം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തിലെ ഒരു നിശ്ചയ ശതമാനം, പ്രത്യേകിച്ച് UDFന് വോട്ട് ചെയ്യുന്ന, ലീഗിന് വോട്ട് ചെയ്യുന്ന EK വിഭാഗം സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഞാൻ അതിന് നേരിട്ട് സാക്ഷിയാണ്. കാരണം മുഖ്യമന്ത്രി 2021 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല ജില്ലകളിലും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കുറെ യോഗം വിളിച്ച് ചർച്ച നടത്തിയിട്ട് അവരുമായിട്ട് അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ആ കോഴിക്കോട്ട് നടന്ന ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ, ഞാനന്ന് വർക്ക് ചെയ്യുന്നത് ഒരു EK വിഭാഗവുമായി ബന്ധപ്പെട്ട പത്രത്തിലാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ EK വിഭാഗത്തിന്റെ മുഷാവറ അംഗം, അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ അവിടെയുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളെ വിളിച്ചിട്ടാണ് വന്നത്, ഞങ്ങൾക്കും ചില കാര്യങ്ങളും പറയാൻ, ഈ സർക്കാരിനെ കുറിച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോഴൊക്കെ സർക്കാരിനെതിരായി പറയുന്നതാണ്. പക്ഷെ അവിടെ വെച്ച് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും പ്രകീർത്തിക്കണം. അത് കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ മീഡിയ അദ്ദേഹത്തെ വളയുന്നു, ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സർക്കാരിനെ കുറിച്ച് ഞങ്ങൾക്കൊരു മോശമായ അഭിപ്രായമില്ല, മുഖ്യമന്ത്രിയെ കുറിച്ചൊരു മോശമായ അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒക്കെ പ്രതിഫലനമാണ്. മുസ്ലിം വിഭാഗത്തിന്റെ നല്ലൊരു ശതമാനത്തിന് പിന്തുണ കിട്ടിയത് കൊണ്ടുകൂടി ആണ്, പ്രത്യേകിച്ച് അതേപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ. അതുകൊണ്ടാണ് ഈ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 8 സീറ്റ് കൂടുതൽ നേടി. ഇത്തവണ EK വിഭാഗം അങ്ങനെ പോകുന്നില്ല എന്നുള്ള ധാരണയിലാണ് ഇവർ. പിന്നെ അതേപോലെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകള്, ആ സംഘടനകളെയൊക്കെ തങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവന്നു എന്നുള്ളതോടൊക്കെ ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം അവസാന ഘട്ടത്തിൽ BJPയോട് അടുപ്പം കാണിക്കാത്ത രൂപത്തിൽ, ഒരു ഘട്ടത്തിൽ മെത്രാന്മാരെല്ലാം കൂടി പോയി പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിരുന്നല്ലോ, അങ്ങനെ അല്ലാത്ത രൂപത്തിലേക്ക് വന്നുകൊണ്ടൊക്കെ ആയിരിക്കും അവരുടെ ഈ ആത്മവിശ്വാസം. പക്ഷേ ജനം ആർക്ക് വോട്ട് ചെയ്യും? ഇതുവരെയുള്ള ഭരണത്തിലെ നേട്ടങ്ങളെ
കണ്ടുകൊണ്ട് അത് വിലയിരുത്തിയിട്ട് വേണം. വികസനമാണല്ലോ LDF മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള കാര്യം. അത് വെച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ അതല്ല തങ്ങൾ ഉന്നയിക്കുന്ന മറ്റു കാര്യങ്ങൾ, ഒരു പാട്ട് പാടിയിട്ട് പോറ്റിയെ കയറ്റി എന്നുള്ള രീതിയിലുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ജനം മൊത്തമായിട്ട് ഇളയും മറിയുമോ എന്നുള്ള ആ ധാരണയ്ക്ക് അതൊക്കെ എന്തായാലും ഈ അടുത്ത 4-ാം തീയതി പുറത്തു വരേണ്ട കാര്യമാണ്. ഇപ്പോഴും ആത്മവിശ്വാസം കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു ഘട്ടമാണ്. നമുക്ക് തന്നെ അറിയാം, ഈ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും മുൻപൊക്കെ ആയിട്ട് വന്നുള്ള ഈ സർവേകളിൽ, പല മാധ്യമങ്ങളും പുറത്തുവിട്ട സർവേ റിപ്പോർട്ടുകളിൽ അവിടെയൊക്കെ നല്ലൊരു ശതമാനം LDFന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. എന്തായാലും വളരെ ശക്തമായ പോരാട്ടമാണല്ലോ. അപ്പൊ അതിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു മുഖ്യമന്ത്രി പദം കിട്ടും എന്ന രീതിയിൽ ഇവർ തർക്കിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് പരസ്യമായിട്ടുള്ള തർക്കമാണ്. പിന്നെ ഇതൊക്കെ കോൺഗ്രസിനകത്ത് നടക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ പറയുന്നു തർക്കം ഉണ്ടാക്കരുത്, ഇവിടെ നിങ്ങൾ സംയമനം പാലിക്കണം, ഈ പരസ്യ പ്രസ്താവന പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ തർക്കത്തിലേക്ക് പോവുക. അപ്പം ഒരു തരത്തിലും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയാവും, ഭരണം കിട്ടിയിട്ട് വേണമല്ലോ മുഖ്യമന്ത്രിയാവാൻ, ഒരു കാര്യത്തിലും ഉറപ്പില്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ തർക്കം നടക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മവിശ്വാസത്തിന്റെ ഘടകം എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ താങ്കളുടെ ഇതിന്റെ തലക്കെട്ടായിട്ട് പറഞ്ഞ പോലെ സങ്കല്പ ലോകത്തിലാണ്. സങ്കല്പ ലോകത്തിലെ കുറെ ബാലഭാസ്കരന്മാർ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ശരി. ശ്രീ രജി, ശ്രീ എ സജീവൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹത്തിനോട് തന്നെ UDFന് വോട്ട് ചെയ്ത ഒരാൾ പറഞ്ഞതാണ്, വല്ലാത്ത കഷ്ടമായി പോയല്ലോ, വല്ലാത്ത ചതിയായി പോയി വോട്ട് ചെയ്തതെന്നാണ്. അതൊരു പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ഭൂരിപക്ഷം ആളുകളും കരുതുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് കണ്ടതാണ്. 3 ആഴ്ചക്കാലം കെ സുധാകരൻ ചുറ്റിപ്പറ്റി കിടന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം. അതിനുശേഷം നിങ്ങളിപ്പോൾ കാട്ടിച്ചു കൂട്ടുന്നത് ഈ നേരത്തെ ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തല 2 നേരത്തെ PK ഗോപൻ ചൂണ്ടിക്കാട്ടിയവരെ ഡൽഹിയിലെ ആൾക്കാരെ അറിയിക്കാനാണ് ഈ ഇംഗ്ലീഷ് പത്രത്തിൽ, സമാന്തരമായ അതിൻ്റെ തലേദിവസമാണ് പോഡ്കാസ്റ്റ് യാത്ര കേരളത്തിലുള്ളവരെ അറിയിക്കാനും. ഇത് ആരെ കാണിക്കാനാണ് ശ്രീ രമേശ് ഈ റജി? എന്താണ് ഈ നടക്കുന്നത്? എന്തിനാണ് ഈ പേക്കൂത്തുകൾ എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ തന്നെ നിരാശരാണെന്നാണ് ഈ രണ്ടുപേരും പറഞ്ഞു വെച്ചതിപ്പോൾ. നോക്കൂ ശ്രീ ഷിജു, എനിക്ക് പറയുന്നതിനുള്ള സമയം അങ്ങ് അനുവദിക്കാത്തത് കൊണ്ടാണ് നേരത്തെ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ പല ഉന്നയിച്ച വിഷയങ്ങൾക്കും എനിക്ക് മറുപടി പറയാൻ കഴിയാതിരുന്നത്. ഇവിടെ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇതിലെ എല്ലാ വിഷയങ്ങളിലും പറയുന്നതിന് ഞാൻ തയ്യാറാണ്. ഇവിടെ എനിക്ക് ആദ്യമായിട്ട് ബഹുമാന്യനായ ശ്രീ ഡോക്ടർ PK ഗോവനെ ഒന്ന് അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അദ്ദേഹം ഈ സാധാരണ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്ന ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഈ ലീഗിനെ അദ്ദേഹം അഭിനന്ദിക്കുന്നു. അവരുടെ 51 വീടിനെ സംബന്ധിച്ച് അദ്ദേഹം സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ചിലരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. ഞാൻ അക്കാര്യത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹത്തിനെ എൻ്റെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ സജീവൻ സാർ, അദ്ദേഹം പരിണതപ്രജ്ഞനാണ്, ദീർഘകാലമായിട്ടുള്ള അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തുള്ളതാണ്. അദ്ദേഹത്തിന് ഓരോ ചലനങ്ങളെക്കുറിച്ചും വളരെ സുവ്യക്തമായിട്ടുള്ള നിരീക്ഷണമുണ്ട്, അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യും. അദ്ദേഹം 2021 വിജയത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിനോട് യോജിക്കുന്നു. 2021 വരെ, അതായത് 2016 ശേഷം 2021 വരെയുള്ള 1ാം പിണറായി സർക്കാരിനെ നമുക്ക് വിലയിരുത്തുമ്പോൾ അവർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി, നിർവഹിക്കുകയുണ്ടായി. പ്രതിസന്ധി ഘട്ടത്തിലൂടെയായിരുന്നു അന്ന് നമ്മുടെ സംസ്ഥാനം കടന്നുപോയത്. ഓഖിയും നിപ്പയും പ്രളയവും കൊറോണയും ഒക്കെ വന്ന കാലഘട്ടത്തിൽ വളരെ ഭംഗിയായി, അതായത് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് കഴിയുക തന്നെ ഉണ്ടായി. അതിലൊരു തർക്കവുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു 2ാം തുടർഭരണം അന്ന് സർക്കാരിന് നൽകിയത്. പക്ഷേ അതിനുശേഷം വന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പാളിച്ചകളും കേരളം കാലാകാലങ്ങളിലായി നേടിയ നേട്ടങ്ങളെ തമസ്കരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ ആ സർക്കാരിനോട് സ്വാഭാവികമായിട്ടുള്ള വിദ്വേഷം പുലർത്തും. 2 ഡസനോളം അഴിമതി ആരോപണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇനി ഈ മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഓരോ നേതാക്കളോടും സ്നേഹമുള്ള, അവരെ ഇഷ്ടപ്പെടുന്ന അണികൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് സോഷ്യൽ മീഡിയയിൽ. അതേസമയം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് പരസ്യ പ്രസ്താവനകൾ പാടില്ല, സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രസ്താവനകൾ നൽകരുത്, അഭിമുഖങ്ങൾ നൽകരുത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതാണെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന, കോൺഗ്രസിന് 34 ലക്ഷം അംഗങ്ങളുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഈ 34
ലക്ഷം പേര് മാത്രമല്ല ഇതിലെ അംഗങ്ങൾ. കോൺഗ്രസിൻ്റെ പ്രവൃത്തിയോട് യോജിപ്പുള്ള, കോൺഗ്രസ് നയിക്കുന്ന ആ ഐഡിയാസിനോട് യോജിപ്പുള്ള സാധാരണക്കാരായ ആളുകൾ, ഈ പ്രസ്ഥാനത്തിനോട് സ്നേഹമുള്ളവർ, അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളുമാണ് ഇന്ന് പ്രധാനമായിട്ടും മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനകത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളുടെ ഒരു ഭാഗമുണ്ടെന്ന് നമുക്കത് ഊഹിക്കുക മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ആവശ്യമായ സമയം തന്നെ നൽകുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ അണികൾ കറയുന്ന എന്തെങ്കിലും കാര്യമല്ല. കാശ് കൊടുത്താണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു പേജ് പരസ്യം രമേശ് ചെന്നിത്തല കൊടുത്തത്. പോഡ്കാസ്റ്റ് PR ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊന്നും ചെറിയ കാര്യമല്ല. സോഷ്യൽ മീഡിയയിലൂടെ അണികൾ നടത്തുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നീട് താങ്കൾ പറഞ്ഞു ഈ നേട്ടങ്ങൾ, അതായത് കേരളം നേടിയെടുത്ത നേട്ടങ്ങളെ കഴിഞ്ഞ രണ്ടാമത്തെ പിണറായി സർക്കാർ തമസ്കരിച്ചു എന്ന്. പിന്നെ 2 ഡസനോളം അഴിമതി കേസ്, അങ്ങനെയുണ്ടോ ശ്രീ PK ഗോപൻ? എനിക്കൊരു ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ആവശ്യത്തിന് സമയം കൊടുക്കണം ശ്രീ സിജു. എൻ്റെ ക്വസ്റ്റ്യൻ, 34 ലക്ഷം അംഗങ്ങളിൽ പെട്ട ആളാണോ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം കൊടുത്ത ആൾ? അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നോക്കൂ, ആ പരസ്യത്തിൽ, ആ ഫോക്കസിൽ തന്നെ ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ അച്ചടക്കമാണ് എനിക്ക് പ്രധാനം, ആ അച്ചടക്കം ലംഘിക്കുന്ന ഒരു പരിപാടിയും ഞാനില്ല എന്ന്. ആ ഫോക്കസിലെ അത് വായിക്കുന്നവർക്ക് വ്യക്തമാകും. അദ്ദേഹത്തിനോട് സ്നേഹമുള്ളവർ അത് ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു KPCCയുടെ ഒരു നിർദ്ദേശം വരുന്നതിന് മുമ്പ് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് നൽകിയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ രജി, ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ജനാധിപത്യം എന്നുള്ളത് നിങ്ങൾ പറയും എപ്പോഴാ നിങ്ങളുടെ പാർട്ടിയുടെ അച്ചടക്കം നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ വന്നാൽ നിങ്ങൾ പറയും ഞങ്ങളൊരു ജനാധിപത്യ കക്ഷിയാണ്, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പേരിലാണ് പറയുന്നത് എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ ജനാധിപത്യത്തിന് വൃത്തികെട്ട ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സാധാരണ മനുഷ്യർ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു ഘടകമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ കിടപ്പറ രഹസ്യം പരസ്യപ്പെടുത്തുന്ന ജനാധിപത്യമാണോ? അതിനെയാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം കാനഡയിൽ നിന്ന് ഒരു റീല് വന്നു, അവിടുത്തെ കോൺഗ്രസ് അനുഭാവികൾ ഇന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, റീല് വന്നു. ആ സംഭവം അതിൽ ഉൾപ്പെട്ട കഥാപാത്രം തന്നെ നിഷേധിച്ചു. ഞങ്ങളൊരു റെസിഡൻസ് അസോസിയേഷനാണ്, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല, ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഞങ്ങളുടെ പ്രശ്നമല്ല, ഇത് വ്യാജമായിട്ട് ഞങ്ങളുടെ പേര് വെച്ച് കൊടുത്തതാണെന്ന് പറഞ്ഞ് കാനഡയിൽ നിന്ന് ഒരാൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പേജ് വയ്ക്കുകയുണ്ടായി. നിങ്ങൾ ഏതായാലും 2016-21 സർക്കാർ ഗംഭീരമായി, അദ്ദേഹം അങ്ങ് ആ വാക്കുപയോഗിച്ചില്ലെങ്കിലും ക്രൈസിസ് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചു. ഒരു ഗവൺമെന്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. കാരണം സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തൊരു അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങളൊരു ഭരണാധികാരിയെ സമ്മതിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പിണറായി തീരുമാനിക്കുന്നു അതുപോലെ കാര്യങ്ങൾ നടക്കുന്നു? ആ ധാരണ തെറ്റാണ്. ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ കേരളത്തെ നയിക്കാൻ ആവശ്യമായ കെൽപ്പുള്ള ഒന്നാമത്തെ ആളായിട്ട് CPM-ലുള്ളത് സഖാവ് പിണറായിയാണ്. അതുകൊണ്ടാണ് പിണറായി കേരളത്തെ നയിക്കുന്നത്. ഇനി പിണറായിക്ക് അസൗകര്യം ഉണ്ടായാൽ അതുപോലെ ശേഷിയുള്ള ആളിനെ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കും. അങ്ങനെയാണ് EK നായർ മോശക്കാരനായിരുന്നോ? VS അച്യുതാനന്ദൻ മോശക്കാരനായിരുന്നോ? ഞങ്ങൾ അവതരിപ്പിച്ച ആളുകൾ എന്തിന് മഹാമനീഷിയായ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിൽ ഉൾപ്പെടുന്ന ആളാണ് സഖാവ് EMS. ഞങ്ങൾ ആദ്യം കൊടുത്ത മുഖ്യമന്ത്രിയാ. അപ്പൊ ഞങ്ങൾ ഈ കൊടുത്തിട്ടുള്ള ആരും മോശമല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഫുടം ചെയ്തെടുത്ത് ഉയർന്നു വരുന്ന ആളുകളാണ്. അവരല്ല തീരുമാനിക്കുന്നത് അവരാകണോ വേണ്ടേ എന്നുള്ളത്. അവരുടെ ശേഷിയും അവരുടെ മെറിറ്റും അവരുടെ പരിചയവും അവരുടെ പാരമ്പര്യവും എല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിശ്ചയിക്കുന്നത്. അതിനൊരു സുഘടിതമായ സംഘടനാ രൂപമുണ്ട്. അത് പൂർണ്ണമായും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പുരപ്പുറത്ത് കയറിയുന്നതുകൊണ്ട് കുടുംബകാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് ജനാധിപത്യം എന്നൊരു തെറ്റായ ധാരണ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ശരിയായ കാര്യമല്ല. അപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് നന്നായിട്ട് നിർവഹിച്ചു. അതിനുശേഷമുള്ള അടുത്ത 5 വർഷക്കാലം ടീമിൽ ചില ആളുകൾ മാറി, പൊതുവെ മന്ത്രിമാർ പലരും മാറി.
പക്ഷേ ആ ഗവൺമെന്റ് ആദ്യം തുടങ്ങി വെച്ച എല്ലാവർക്കും പൂർത്തീകരിച്ചു. ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാമോ 5 ലക്ഷം വീട് കൊടുത്തതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ കർണാടകത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഉള്ള വീട് പൊളിച്ചുകളെ ചെയ്ത് രാവിലെ എന്നിട്ട് നിങ്ങൾ അതിന് പറഞ്ഞ ന്യായം എന്താ? ഡൽഹിയിൽ BJPക്ക് പൊളിക്കാമെങ്കിൽ കർണാടകത്തിൽ ഞങ്ങൾക്കും പൊളിക്കാം. പൊളിച്ചുകളെ ചെയ്തേ. ഇവിടെ 4 ലക്ഷം മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക ചെയ്തേ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 4.5 ലക്ഷം മനുഷ്യർക്ക് പട്ടയം കൊടുത്തിട്ടാണ് ഈ ഗവൺമെന്റ് വീണ്ടും വോട്ടിന് വേണ്ടി തേടിപ്പോയത്. അപ്പോ ഇത് നിങ്ങൾക്ക് അച്ചടക്കം എന്നുള്ള പ്രശ്നത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനകത്ത് ഓരോരുത്തരും KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇടപെടേണ്ട ആളാ. അദ്ദേഹം കേരള രാഷ്ട്രീയം പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. ഇവര് 3 പേരും അവരുടെ കോൺഗ്രസ് പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളം കാണുകയാണ്. ഞങ്ങളിത് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ പല പുതിയ തലമുറയ്ക്കും പെട്ടെന്ന് പിടികിട്ടിയില്ല. കാരണം അവർ ഈ പഴയ ചക്കളത്തി പോരാട്ടം കണ്ടിട്ടില്ല. കന്റോൺമെന്റ് മൈതാനം എന്തുമാത്രം സാക്ഷ്യം വഹിച്ചു. ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾ നടത്തിയ പ്രസംഗം, ഇനി പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തിയ പ്രസംഗം, ഇതെല്ലാം കന്റോൺമെന്റ് മൈതാനവും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനവും ഒക്കെ ഒരുപാട് സാക്ഷ്യം വഹിച്ചതാണ്. നിങ്ങളുടെയൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന മലയാള മനോരമയുടെ പഴയ താളുകൾ എടുത്ത് നോക്കിയാൽ മതി. ഓരോ മുഖ്യമന്ത്രിമാർക്കും എതിരായിട്ട് അതിനകത്തുള്ളവർ കൊണ്ടുവന്നിട്ടുള്ള, ആ പാർട്ടിക്കകത്തുള്ളവർ കൊണ്ടുവന്നിട്ടുള്ള വിഴുപ്പകലക്കൽ. ഇനി അങ്ങ് പറഞ്ഞു, അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല. 2 ഡസൻ അഴിമതിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞത്. ഒരു അഴിമതിയെക്കുറിച്ച് പറയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കോടതിയിൽ പോയി, നിരവധി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോടതിയിൽ പോയി. നിങ്ങൾ പോയ കൂട്ടത്തിൽ, അങ്ങക്ക് വേണേൽ അഡീഷണൽ സമയം തരാം, നിങ്ങൾ പോയ കൂട്ടത്തിൽ ഈ സർക്കാരിനെതിരായിട്ട് ശരിയാണെന്ന് പറഞ്ഞ ഒരു അഴിമതി കേസ് പറയാം. ഒരെണ്ണം പറഞ്ഞാൽ മതി, 2 എണ്ണം പറയണ്ട. അതിന് മറുപടി ഒറ്റ അഴിമതി പറയുക ശ്രീ റജി. ഒരെണ്ണം പറഞ്ഞാൽ മതി, ഒറ്റ അഴിമതി. 2014 ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ ഒപ്പിട്ട KSEB 4 രൂപ 29 പൈസയ്ക്ക് 450 മെഗാവാട്ട് 456 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുവാനായി കരാർ ഒപ്പിട്ടിരുന്നു. 2021 ആ കരാർ റദ്ദാക്കി. എന്നിട്ട് 10 രൂപ മുതൽ 14 രൂപ വരെ വിലയ്ക്കുള്ള വൈദ്യുതി പുറത്തുനിന്ന് അദാനി സോളാർ കമ്പനി എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് തോന്നുന്നു, വാങ്ങുവാൻ കരാറെടുത്തു. ഇത് അഴിമതിയല്ലേ? ഇത് സംബന്ധിച്ച് തൃപ്തികരമായ എന്ത് വിശദീകരണം ഈ കേരളത്തിലെ ജനങ്ങളോട് നൽകി? അത് ശരിയാണോ അങ്ങനെ ഒരു വസ്തുത? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു അഴിമതി ആരോപണം അങ്ങയുടെ പാർട്ടി അസംബ്ലിയിൽ ഉന്നയിച്ചായിരുന്നു. അതെ, ഈ വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തി വൈദ്യുതി ഉമ്മൻചാണ്ടിയുടെ കരാറ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ ഒരു അഴിമതി ആരോപണം അസംബ്ലിയിൽ ഉന്നയിച്ചായിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് 2000 കോടി രൂപ KSEBക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുള്ള വിഷയമാണോ ഞാൻ ഈ പറഞ്ഞത്? റജി, ഈ ഒരു വിഷയം എന്തായാലും താങ്കൾ ആണ് പുതിയ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു വിഷയം കേരളത്തിലെ ഒരു നേതാവ് പോലും ആദ്യം കേൾക്കുകയാണ്, ആരും കൊണ്ടുവന്നിട്ടുമില്ല. സജീവൻ, ഒരുപക്ഷെ കണക്കുകൾ ശരിയാണ്, ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ശരിയാണ്, നടത്തിയ വികസനങ്ങൾ ശരിയാണ്. CPM-ന് ഇടതുമുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും 150% തുടർഭരണം വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. പക്ഷേ അപ്പോൾ പോലും വീണ്ടും നമ്മൾ ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. 1977 രാജ്യത്തെമ്പാടും കോൺഗ്രസിനെ തൂത്തെറിഞ്ഞപ്പോൾ കേരളത്തിലെ വോട്ട് ചെയ്ത ജനതയാണ് കേരളത്തിൽ, എല്ലാ അർത്ഥത്തിലും പ്രബുദ്ധരായ ജനതയാണ് കേരളത്തിൽ, അങ്ങനെ വോട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും നേരത്തെ ആ ചോദ്യം തന്നെയാണ്, ഇവർ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും അന്തർധാര ഉണ്ടായിരുന്നോ എന്നൊരു സംശയം താങ്കൾക്കുണ്ടോ? തീർച്ചയായും അന്തർധാരയുടെ സാധ്യതയില്ല. 10 വർഷക്കാലം അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടികളാണെങ്കിലും മുന്നണിയാണെങ്കിലും സ്വാഭാവികമായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരണമില്ലെങ്കിൽ ഏതൊരു പാർട്ടിക്കും അധികകാലം തുടരാൻ പറ്റില്ല. അത് 5 വർഷത്തിനിടയിൽ മാറി മാറി വന്നതുകൊണ്ടാണ് ഇവിടെ പല പാർട്ടികൾ, ചെറിയ പാർട്ടികൾ പോലും പാർട്ടിയായിട്ട് പച്ചപിടിച്ചതെന്നുള്ളത്. ഈ 10 വർഷക്കാലത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും ആ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കാണെങ്കിലും ഒക്കെ അതൊരു വല്ലാത്ത അസഹനീയമായിട്ടുള്ള കാലമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അത് ജനാധിപത്യ രീതിയിലാവണമെന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ബേപ്പൂര് കണ്ടതാണ്, വടകര കണ്ടതാണ്. അപ്പൊ അത് അന്നൊക്കെ നടന്നിട്ടുള്ള ഡീല് അതൊക്കെ പല ആളുകൾ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ച എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിൽക്കാലത്ത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മറക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന്റെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ ഇത് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും പിന്നീട് അവരെ ന്യായീകരിക്കുകയും അവരെ വെള്ളപൂച്ചയ്ക്ക് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ്.
അപ്പൊ ഇതിന്റെ ഡീൽ പുറത്ത് വരാത്ത ഡീലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ശരി അത് ശരി അത് അതെ അതെ ശ്രീ നാലിലെ എസ് സജീവൻ തെരഞ്ഞെടുപ്പ് സമയപരിമിതി പറഞ്ഞ് റിസൾട്ടിലേക്ക് ഇടപെടുകയാണ്. വളരെ ചുരുക്കി ശ്രീ പി കെ ഗോപൻ, ഈ പറയുന്ന എല്ലാ ഡീലുകൾക്കും ആ ഡീലുകളെയും പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു തുടർഭരണത്തിലേക്ക് CPM പോകും. 4-ാം തീയതി ഇടതുമുന്നണി പോകുന്നു, 4-ാം തീയതി നമുക്കത് കാണുകയും ചെയ്യാം. വളരെ ചുരുങ്ങിയ വാക്കുകൾക്ക് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സിജു, പ്രതിപക്ഷത്തിരിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ CPM-നോട് പറയുന്നതെങ്കിൽ നമ്മളൊരു മുഖ്യമന്ത്രിയെ മുന്നോട്ട് വെച്ചിട്ടില്ല, മന്ത്രിമാരെ തീരുമാനിച്ചിട്ടില്ല, പേഴ്സണൽ സ്റ്റാഫ് തീരുമാനിച്ചിട്ടില്ല. അന്തസ്സായി അടുത്ത 5 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കാറ്റിലും മഴയിലും വെയിലിലും ചൂടിലും പ്രളയത്തിലും ഒക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കരുത്ത് LDF-നുണ്ട്. നമ്മളത് കാണിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഭരണത്തിൻ്റെ ചുമതലയാണ് തരുന്നതെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വലിയ തുടർച്ച, അന്തർദേശീയ നിലവാരമുള്ള ഒരു കേരളത്തെ, അത്തരം വലിയ വീക്ഷണമുള്ള ഒരാളാണ് കേരളത്തെ 10 വർഷം നയിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതിലേക്ക് നമ്മൾ പോകും. സംഭവിക്കാൻ പോകുന്ന ഞാൻ പറയാം. കഴിഞ്ഞ ചർച്ചയിൽ ഞാനൊരു സിനിമാ ഗാനം ഉയർത്തി. ഇപ്പോൾ വേറൊരു സിനിമാ ഗാനമാണ് പറയാനുള്ളത്. സ്വപ്നത്തിൽ നിൻമുഖം വ്യക്തമായി കാണാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഉഷസ്സുണർന്നു എന്ന് മനോഹരമായ ഒരു സുശീലയുടെ സിനിമാ ഗാനമുണ്ട്. അതായിരിക്കും മെയ് 4-ാം തീയതി പല മുഖ്യമന്ത്രിമാർക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ചുരുക്കി പറയാൻ. ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി കെ ഗോപൻ, എസ് സജീവൻ, ശ്രീ റജി. ഏതായാലും സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരാകാതിരിക്കാൻ ആണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനത കരുതി വെച്ചിട്ടുണ്ട്. എന്താണ്, തുടർച്ച തന്നെയാണ് വേണ്ടതെന്ന് ഒരുപക്ഷെ ഭൂരിപക്ഷം പറയുമ്പോഴും വോട്ട് ചെയ്തവർ, കോൺഗ്രസിന് വോട്ട് ചെയ്തവർ നിരാശരായോ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ സമാപിക്കുകയാണ്.